പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നുകൂടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന രഥോത്സവം. അവിടെ ദേവരഥ സംഗമം നടക്കുകയാണ്. കൽപ്പാത്തിയിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങൾ, അത് ഹെലിക്യാം ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുണാലത്തൂർ, ഒപ്പം ഗോകുൽ, വേണുഗോപാൽ എന്നിവർ അവിടെ നിന്നും നമുക്ക് തത്സമയ വിവരണങ്ങൾ നൽകും. അരുണിലേക്ക് വീണ്ടും എത്താം. തീർച്ചയായും ഇപ്പോൾ ആ ദേവരഥ സംഗമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളൊക്കെ പൂർണ്ണമായും ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുന്നു. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ഒഴുകിയെത്തിയ ആളുകൾ വളരെ ഭക്തിയോടുകൂടെ, തൊഴുകയോടുകൂടെ ഈ ദേവരഥങ്ങളെ വണങ്ങുന്ന കാഴ്ചകൾ, ദേവീദേവന്മാരെ സ്തുതിക്കുന്ന കാഴ്ചകൾ ഒക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സന്ധ്യ മയങ്ങിയ ഈ വേളയിൽ എല്ലാ രഥങ്ങളും കൽപ്പാത്തി കുണ്ടമ്പലത്തിന് സമീപത്തുള്ള തേരുമുട്ടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ തേരുമുട്ടിയിൽ 5 രഥങ്ങൾ ഒരുമിച്ച ഈ നിമിഷം തന്നെയാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ വിശ്വാസികൾ, ഭക്തർ ഒന്നടങ്കം കാത്തിരുന്നത്. ഈ ഒരു നിമിഷം കാണുന്നതിന് വേണ്ടിയായിരുന്നു. ഈ നിമിഷം അത് ഏതായാലും ഇനി കാണണമെങ്കിൽ അത് അടുത്ത വർഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഈ നിമിഷം മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം, കൽപ്പാത്തിയിലെ ഈ ദേവരഥ സംഗമം കാണുക എന്നുള്ളത് തന്നെയാണ് കൽപ്പാത്തിയിലെ ആളുകളുടെ ആണെങ്കിലും, അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒഴുകിയെത്തിയിട്ടുള്ള ഈ 10,000-കണക്കിന് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്കൊക്കെ ഏറെ ആകാംക്ഷയോടെ അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്ന നിമിഷമാണ് ഈ ദേവരഥ സംഗമം. ആ ദേവരഥ സംഗമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവീദേവന്മാരുടെ രഥങ്ങളൊക്കെ തേരുമുട്ടിയിൽ ഒരുമിച്ച് സംഗമിച്ചിരിക്കുന്നു. ഈ അന്തരീക്ഷത്തിലാകെ ഭക്തി നിർഭരമായ, ഒപ്പം ഭഗവാന്മാരുടെയും ദേവീദേവന്മാരുടെയും ഒക്കെ സ്തുതികൾ ഇങ്ങനെ മുഴങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ കൽപ്പാത്തി രഥോത്സവം ഇത്തവണ നമുക്ക് മുൻ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വർണ്ണാഭമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഓരോ വർഷം കഴിയുമ്പോഴും ആ രഥോത്സവത്തിന്റെ ചന്തം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്ന് വേണം പറയാൻ. ഈ ത്രിസന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ സംഗമിക്കുമ്പോൾ ആ ദേവരഥങ്ങൾ സംഗമിക്കുന്ന കാഴ്ചകൾ അതൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. മാത്രമല്ല, ഈ ആളുകളൊക്കെ ഒഴുകിയെത്തുമ്പോൾ, ആ ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അവരൊക്കെ വലിയ ആകാംക്ഷയോടുകൂടെ തന്നെ കാത്തിരിക്കുകയാണ് കൽപ്പാത്തിയിലെ ഈ ഒരു മുഹൂർത്തം കാണുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ ആ ഒരു ക്ഷേത്രത്തിന് പിന്നിൽ പോലും ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പണ്ട് കൽപ്പാത്തിയിൽ നിന്ന് കാശിയിലേക്ക് പോയ ഒരു പാട്ടി, അവിടെ നിന്നും ലഭിച്ച ഒരു ലിംഗം, ആ ജ്യോതിർലിംഗമാണ് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് വിശ്വാസികൾ പറയുന്നത്. അങ്ങനെ പ്രതിഷ്ഠിച്ച ആ ചൈതന്യമൂർത്തിക്ക് ചൈതന്യമേറെയാണ്. ആ വിശാലാക്ഷി സമേതനായി കുടികൊള്ളുന്ന വിശ്വനാഥ സ്വാമി, ആ വിശ്വനാഥ സ്വാമിയും പരിവാരങ്ങളും ഒക്കെ ഇങ്ങനെ ദേവരഥ പ്രയാണവുമായി അഗ്രഹാര വീഥികളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നടന്ന് അനുഗ്രഹം ചൊരിയുകയാണ് ഓരോ ഭക്തർക്കും, ഓരോ വിശ്വാസികൾക്കും. ആ 364 ദിവസവും ക്ഷേത്രത്തിൽ പോയി ദേവതമാരെ വണങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഈ 15-നും 13-നും 14-നും 15-നും, ഇന്നത്തെ 15-നും ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ, 3 ദിവസമായി ഈ ദേവീദേവന്മാർ അഗ്രഹാര വീഥികളിലൂടെ രഥത്തിൽ പ്രയാണം നടത്തി വിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിയുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ അനുഗ്രഹം ചൊരിയുന്ന ആ ദേവതകളുടെ അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി, ആ അനുഗ്രഹം ലഭിക്കുന്നതിനായൊക്കെ വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തിയിരിക്കുന്നു. അവരൊക്കെ ഈ ദേവതമാരെ വണങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ വൈകിട്ടത്തെ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് അതിരാവിലെ തന്നെ കൽപ്പാത്തിയിലേക്ക് എത്തിയ ഒട്ടനവധി ആളുകളുണ്ട്. ആ അതിരാവിലെ കൽപ്പാത്തിയിലേക്ക് എത്തിയ ആളുകൾ അവരൊക്കെ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ഒരു ദേവരഥ സംഗമം കാണുന്നതിന് വേണ്ടിയായിരുന്നു. ഏതായാലും ആ മുഹൂർത്തം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ, ദേവരഥ സംഗമത്തിന്റെ ആ മിനിറ്റുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ഇതിങ്ങനെ അവസാനിക്കല്ലേ എന്നാണ് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ളത്. കാരണം ഈ ദേവതമാരെയൊക്കെ ഇങ്ങനെ കാണുക, ഇതിൽ പരം വിശ്വാസപരമായ
സന്തോഷകരമായി ഇതിൽ പരം വളരെ ആകാംക്ഷാഭരിതമായ കാര്യം മറ്റെന്തുണ്ട് എന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത്. കാരണം ഈ നിമിഷം ഇത് അനുഭവിക്കുക എന്നുള്ളത് അത് ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യമാണ്. ആ മഹാഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വളരെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം, ഉത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ അവസാനിക്കല്ലേ എന്ന് ആണ് ഈ നിമിഷത്തിൽ പലരും പ്രാർത്ഥിക്കുക. കാരണം ഈ ദേവീദേവന്മാരെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കഴിയുക എന്നുള്ളത് എത്രമാത്രം മനോഹരമായ കാര്യമാണ് എന്നുള്ളത് വിശേഷിപ്പിക്കാവുന്നതിനപ്പുറമാണെന്നുള്ളതാണ് ഓരോ വിശ്വാസികളും പറയുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ കാണാനും കഴിയുന്നത്. അത്രയേറെ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്, അഗ്രഹാര വീതികളിലൂടെ നടന്നു നീങ്ങുകയാണ്. ഓരോ ക്ഷേത്രങ്ങളിലും ദർശനത്തിനായി ആളുകൾ നടന്നു ചെല്ലുന്നു. അപ്പുറത്താണെങ്കിൽ ആളുകൾ ഓരോ രഥങ്ങളും തൊട്ട് വണങ്ങുന്നു. ഓരോ രഥങ്ങളുടെയും വടങ്ങൾ തൊട്ട് ആ വടങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ, ആ വിശ്വാസത്തിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ കൽപ്പാത്തിയിലെ അഗ്രഹാരത്തിൽ ഈ ദേവരഥ സംഗമം നടക്കുന്ന ഈ വേളയിൽ വിശ്വാസി സമൂഹം ഒന്നടങ്കം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചകൾ. ഏതായാലും കൽപ്പാത്തി രഥോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തം ആ നിമിഷം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ ഉത്സവത്തിന് നമുക്ക് വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്നൊക്കെ എത്തിയ കച്ചവടക്കാരെ നമുക്ക് റോഡിൻ്റെ അഗ്രഹാരത്തിൻ്റെ ഇരുവശത്തും കാണാൻ സാധിക്കും. അവർ ഈ വന്നിരിക്കുന്ന ഉത്സവ പ്രേമികളെയൊക്കെ അവരുടെ പക്കലുള്ള പല സാമഗ്രികളും മറ്റുമൊക്കെ അവർക്ക് മുന്നിലേക്ക് നീട്ടി അവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും കുരുന്നുകളും മറ്റുമൊക്കെ ആ കാണുന്ന പലതരത്തിലുള്ള വർണ്ണത്തിലുള്ള അവരുടെ കയ്യിലൊക്കെ ഉള്ള ഉപകരണങ്ങളും മറ്റുമൊക്കെ വാങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ തന്നെയാണ് കൽപ്പാത്തിയിലെ ഈ അഗ്രഹാര വീതികളിലെ ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. നമുക്ക് ഗ്രാമപ്രദർശനത്തിന് ഇറങ്ങിയ ദേവരഥങ്ങൾ സംഗമിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ അത് അരുൺ വിവരണത്തിലൂടെയും അതോടൊപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിലൂടെയും ഒക്കെ കണ്ടുവരുന്നു. എന്തായാലും പാലക്കാട്ടുകാർ ഒരേ മനസ്സോടുകൂടി കാത്തിരുന്ന ആ സുദിനമാണ് ഇന്ന് ദേവരഥ സംഗമത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ. അരുൺ, ഈ നമ്മൾ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പറയുന്നത് പൂരപ്രേമികളുടെ നാട് എന്നതാണ്. അതുപോലെ തന്നെ ഈ പാലക്കാട്ടുകാർ ഒന്നാകെ കാത്തിരുന്ന ആ പുണ്യദിനമാണ് ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിലെ ദേവരഥ സംഗമത്തിലൂടെ സാധ്യമാകുന്നത്. അത് പാലക്കാട്ടുകാർ മാത്രമല്ല, അന്യനാട്ടുകാർ കൂടി എത്തുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് ഓരോ വർഷവും മാറുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭ്യമാക്കാൻ കഴിയുകയാണെങ്കിൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും കൽപ്പാത്തിയിലെ ഈ ഒരു നിമിഷം എന്നുള്ളത് വേലകളുടെയും മറ്റുമൊക്കെ നാടാണ് പാലക്കാട്ടെ ഉത്സവങ്ങളുടെയൊക്കെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് കൽപ്പാത്തി രഥോത്സവത്തെ വിശേഷിപ്പിക്കാം. കാരണം കൽപ്പാത്തി രഥോത്സവത്തോടു കൂടെയാണ് ഈ പാലക്കാട്ടെ മറ്റ് ഉത്സവങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആരംഭിക്കുന്ന ഈ കൽപ്പാത്തി രഥോത്സവം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. രഥോത്സവത്തിന് ആദ്യമായിട്ട് വരണം? അല്ലല്ല, ഞങ്ങൾ ഇവിടെ തന്നെ കൽപ്പാത്തി ഗ്രാമത്തിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് താമസം. പ്രധാനപ്പെട്ടാണ് കൽപ്പാത്തി. കൽപ്പാത്തി തേര് പറഞ്ഞാൽ ഞങ്ങൾ ആകെ ഒരു വർഷത്തിൽ ഒരു നല്ലൊരു ഉത്സവമാണ്, നല്ലൊരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഞങ്ങൾ ഗസ്റ്റുകളും എല്ലാം വരുന്നത് ഈ സമയത്താണ്. തെരഞ്ഞെടുപ്പും കൂടെ വന്നാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് വന്നാണ്. തീർച്ചയായിട്ടും ബൂത്തുകൾ ഇവിടെ തന്നെയാണ്, ഈ പരിസരത്ത് തന്നെയാണ് ബൂത്തുകൾ. അത് കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് നല്ലൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. ഈ ദേവരഥ സംഗമം ആ സമയത്ത് ഒരുപാട് ദേവതമാരെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുക എന്നുള്ളത് വലിയ പുണ്യമാണല്ലേ? അതെ, ഒരുമിച്ച് കാണുന്ന പുണ്യമാണ്. ഈ സമയത്ത് തന്നെ എല്ലാവരും വരുള്ളൂ. ഈ വർഷത്തിൽ ഒരിക്കൽ ദൂരത്തുള്ളവർ എല്ലാവരും വരും ഇവിടെ. കൽപ്പാത്തിയിലെ വിവിധ നാടുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് അപ്പോൾ എത്തും എന്നുള്ളതാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. ഏതായാലും ഒരുപാട് ആളുകൾ ഈ കൽപ്പാത്തി എങ്ങനെയുണ്ട് കൽപ്പാത്തി തേര്? സൂപ്പറായിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? രഥം വലിച്ചോ? വലിച്ചു, പക്ഷെ അവരെ വലിച്ചു. എങ്ങനെയുണ്ട് കൽപ്പാത്തി രഥോത്സവം? നല്ല രസമാണ്, സന്തോഷമാണ്. ഞങ്ങൾക്ക് കൊല്ലം വരുമ്പോൾ എല്ലാ വർഷവും വരാറുള്ളത്? എല്ലാ വർഷവും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഥം ഓടുന്നത് തന്നെ, അതന്നെ ഏറ്റവും പ്രധാനം. ഇപ്പൊ ഭഗവാൻ വരുന്നില്ലേ, അതന്നെ. ഈ
ദേവരഥ സംഗമത്തിന് എല്ലാ ദേവന്മാരെയും ഒരുമിച്ച് കാണുക എന്നുള്ളത് വലിയ പുണ്യമാണ്. വലിയൊരു പുണ്യമാണ്. മാത്രമല്ല എവിടെയും കാണാത്ത ഒരു ഉത്സവമാണ് ഈ രഥോത്സവം. വേറെ എല്ലാവരുടെയും പടക്കങ്ങളും ഇങ്ങനെ കുറെ പഞ്ചവാദ്യവും അതൊന്നും ഇല്ലാതെ ഇവിടെ നല്ല വിധത്തിൽ ഓടിക്കൊണ്ടിരിക്കും. വരുന്ന പണിയൊന്നും ഇല്ലാതെ കണ്ടല്ലേ, അതൊന്നും ഇല്ല ഇവിടെ. ശാന്തമായിട്ട് അത്ര 1,00,000 മേലെ ആളുണ്ടാവും. ഇപ്പോൾ ഗംഭീര തിരക്കാണ്. പല ഭാഗത്തു നിന്ന് ആളെത്തിയിരിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മറ്റേ ഇസ്രായേലിൽ നിന്ന് കാണുന്നു. ഇവിടെ കണ്ടു കാലത്ത്. ഇസ്രായേലിൽ നിന്ന് വരെ ആളുകളെ കണ്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. കോട്ടയം, പാലയിൽ നിന്നൊക്കെയാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. ഞങ്ങൾ കണ്ടു പാലയിൽ നിന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും ലോകത്തിലുള്ള എല്ലാവിടെ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രത്യേക ആഘോഷമാണ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കാണാത്ത, ഇതുപോലെ എവിടെയും കാണുന്നുണ്ട്. മറ്റെവിടെയൊക്കെ മരുന്ന് പണിയും പഞ്ചവാദ്യങ്ങളും ആനകളും ഇതൊക്കെ അല്ലേ, ഇവിടെ ഒന്നുമില്ലല്ലോ. ശാന്തി സമാധാനത്തോടെ ഓടുന്ന രഥങ്ങളെയാണ് കാണുന്നത്. ഏതായാലും ആ ഒരു ആവേശം തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ. എങ്ങനെയുണ്ട് ഈ ഒരു രഥോത്സവത്തിന്റെ, എങ്ങനെയുണ്ട് രഥോത്സവം? അടിപൊളി, സൂപ്പർ. എന്താണ് വലിയ തിരക്കുണ്ടോ? വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. നല്ല തിരക്കുണ്ട്. എല്ലാ വർഷവും തിരക്ക് കൂടിക്കൊണ്ട് വരികയാണ്. ഇത്തവണ തിരക്ക് കൂടുകയാണ്. പല സ്ഥലത്തു നിന്നായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇലക്ഷന്റെ തിരക്കും കൂടെ ഉണ്ട്. അപ്പൊ ആ ഒരു തിരക്കും ഈ ഒരു തിരക്കും കൂടി ആകുമ്പോൾ തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. രഥോത്സവം എന്തായാലും ഗംഗേമോയി. ഓ തീർച്ചയായും ഗംഗേം പോണം. അത് തന്നെയാണ്. ഒരുപാട് പേർ എവിടെ നിന്ന് വരികയാണ് ചേച്ചി? ഞാനിവിടെ ലക്ഷ്മിനാരായണ വരുന്നത്, തൊട്ടടുത്ത ഗ്രാമം തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ രഥോത്സവം? എല്ലാ വർഷവും ഇവിടെ നിങ്ങൾ വരാറുണ്ട്. എല്ലാ വർഷവും രഥോത്സവം പറഞ്ഞ പാലക്കാടുകാരുടെ ഒരു അഭിമാനം. പിന്നെന്താ പറയാ, ഒരു അതുകൊണ്ട് എല്ലാ കൊല്ലവും വരും. തിരക്ക് കുറച്ച് കൂടുതലാണ്. എന്നാൽ നമ്മുടെ എൻജോയ്മെന്റ് കുറവൊന്നും വന്നിട്ടില്ല. ഇല്ല, നല്ല രീതിക്ക് തിരക്കുണ്ട്. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമുണ്ട്. കടകളും നല്ല കൂടുതലാണ്, ആൾക്കാർ തിരക്കും ഉണ്ട്. നമ്മുടെ എൻജോയ്മെന്റ് പക്ഷെ കുറവോ ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല. ഇന്നലെ മഴ വന്നു എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അതൊക്കെ ദൈവം സഹായിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. വലിയ ഭാഗ്യമാണല്ലോ. അതെ അതെ, കാരണം ഞങ്ങൾ ഇവിടെ കുറെ ഒരു അഗ്രഹാരം തന്നെ ഞങ്ങൾ വന്നിരിക്കണം. അപ്പോൾ അവിടുത്തെ ഉത്സവം ഇതേപോലെ തന്നെ അവിടെ നമ്മൾ തേര് വലിക്കാറുണ്ട്. അതേപോലെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് വലിയൊരു ഉത്സവമാണ്. ஆதியாயிட்டு வரியான அப்ப எங்கடா எனக்கு மலையாளம் குறைச்சு தான் அறியும். தமிழ்ல சொன்னா போதும். எப்படி இருக்குது? இந்த ஊர்ல இருந்து வந்திருக்கேன். நல்லா இருக்கு. ஆனா ரொம்ப crowd ஜாஸ்தி. இந்த மாதிரி ஃபெஸ்டிவல் இதுக்கு முன்னாடி எப்படியாவது பார்த்திருக்கீங்களா? இதுதான் ஃபர்ஸ்ட் டைம் கல்பாத்தில இதுதான் ஃபர்ஸ்ட் டைம் அட்டெண்ட் பண்றது ஃபெஸ்டிவல். எல்லா வாட்டியும் வரணும்னு இருக்குதா? எல்லாரும் கண்டிப்பா. நல்ல ஒரு என்ஜாய்மென்ட், நல்ல புது நியூ எக்ஸ்பீரியன்ஸ் நல்லா இருந்தது. വിവിധ നാടുകളിൽ നിന്ന് ദേശങ്ങളിൽ നിന്നൊക്കെ എത്തിയ ആളുകൾ അവരുടെ ഒരു പുത്തൻ അനുഭവമാണിത് എന്നുള്ളതാണ് പറയുന്നത്. കൽപ്പാത്തിയിലാണ്. എവിടെയാണ്? ഞാൻ കൽപ്പാത്തിയല്ല, ഞാൻ എറണാകുളമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്ക് വന്ന ഇത് 2-3 ദിവസമായി ഇവിടെ താമസിച്ച് ഓരോ തേരും വലിക്കുവാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വൈഫ് അവിടെ ആ തേര് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അനുഭവമാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ നന്നായിട്ടുള്ള ഒരു ഇതാണ്. ഞാനിവിടെ കുറച്ച് ദിവസം താമസിച്ചുവെങ്കിലും പിന്നെ പുറത്തു പോയിട്ട് തിരിച്ചു ഇവിടെ വന്നതാ. എനിക്ക് എറണാകുളമാണ് സ്ഥലം. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരുന്നിട്ടും എനിക്ക് ഇരിക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. നല്ലൊരിതാണ്. എല്ലാം നല്ലൊരു കൂട്ടായ്മയും എല്ലാവരുടെ ഒത്തൊരുമയും നല്ലൊരിതും വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഇത് ഇവർ നടത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ള വളരെ നല്ലൊരു ഇവരുടെ കൽപ്പാത്തിയുടെ ഈ ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറയണ പോലെ ഇതൊരു സെലിബ്രേഷൻ ഓഫ് ദി ഫെസ്റ്റിവൽ ഓഫ് ദി കൽപ്പാത്തി. വെരി നൈസ്. താങ്ക് യു. കൽപ്പാത്തിയുടെ ആഘോഷം അത് വളരെ മനോഹരമാണ് എന്നുള്ളതാണ് ഓരോരുത്തരും പറയുന്നത്. ഈ അഗ്രഹാരത്തെ പറയൂ, എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത്, നമ്മൾ ഇത്രയും വലിയൊരു അഗ്രഹാരത്തിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പറയാം. ഈ തെരുവിൽ നമ്മളെ ചാനലുകൾ നാളെ എന്തെങ്കിലും സെക്യൂരിറ്റിയോട് ഇത്രയും ആൾക്കാർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ അത് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഇവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു സുരക്ഷ കുറച്ചുകൂടെ ഒന്ന് കൂട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്താ പേര് പോനെ? ആകാശ്. എങ്ങനെയുണ്ട് രഥോത്സവം? നല്ല വൈബാണ്. എന്ത് ചെയ്യണം? രഥോത്സവത്തിൽ എങ്ങനെയുണ്ട്? സൂപ്പർ. ആദ്യമായിട്ട് വരാണോ? അല്ലല്ല, കൊറേ ഇവിടെ തന്നെയാണ് വീട്. എന്താണ് രഥോത്സവത്തിൽ ഏറ്റവും ഇഷ്ടം? എന്താണ്? തേര് വലിക്കണാണ്, വലിക്കുക, ആന, അതൊക്കെ. പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? പാട്ടാ കച്ചേരിയൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഇഷ്ടമാണ്. എന്തായാലും ഒരുപാട് പേർ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രഥോത്സവത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും
ആഘോഷമാക്കുകയാണ് ഓരോ ആളുകളും. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ ഓരോരുത്തർക്കും ഓരോ പുത്തൻ അനുഭവമാണ് ഈ രഥോത്സവത്തെക്കുറിച്ച് പറയാനുള്ളത്.